അങ്ങനെ രാത്രിയായി. ഒരു 8 മണിയായി. എന്നിട്ടും അച്ഛനും ദേവീനെയും കാണുന്നില്ല വീട്ടിലേക്ക്. അപ്പോൾ അമ്മയും മോളും അടുത്ത് കുറേ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. അവിടെ ദേവിയാനി ചേച്ചി ഉണ്ടല്ലോ, ദേവിയാനി ചേച്ചീൻ്റെ അമ്മ കല്യാണി ആടെ ഉണ്ട്. എന്നിട്ട് അവർ രാത്രി നിലവെട്ടമുണ്ടല്ലോ, അതിൽ പുറത്ത് മുറ്റത്ത് പോയിട്ടിട്ട് എല്ലാവരും അവിടെ ഇരിക്കും. അത് ശീലമാണ് അവിടെ. അന്നേരം അവിടെ കുട്ടി സെൽവിയും പോയിട്ട് അവിടെ ഇരുന്ന്, അമ്മയുണ്ട് വാതിക്കലിങ്ങനെ തലയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കല്യാണി അമ്മമ്മ വന്ന് പറഞ്ഞ്, തായമ്മേ, എന്തിനിങ്ങനെ വേദന സഹിക്കുന്നു? എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ അടുത്ത് ഒരു 20 ഉറുപ്പ്യ ഉണ്ടേനു, ഞാനത് നിനക്ക് തരില്ലേ? അതെടുത്തിട്ട് ഇനി ആസ്പത്രിയിൽ പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് കല്യാണി അമ്മമ്മ. അന്നേരം അതിന് അമ്മ മറുപടി പറഞ്ഞു, അതൊന്നും വേണ്ട അമ്മേ, 20 ഉറുപ്പ്യ ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതിനുള്ള വഴിയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ ഇടപെടക്കാറല്ലേ. പൈസ വാങ്ങിച്ചാൽ വാക്ക് പറയുമ്പോൾ വാക്കായിരിക്കണ്ടേ? അതൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു വകയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് നിങ്ങളോടൊന്നും ചോദിക്കാത്തത് എന്ന് അമ്മ പറഞ്ഞു. ഇതെന്താ ഇങ്ങനെയായിപ്പോയി? നീ ഇങ്ങനെ ആയതല്ലാണ്ട് ഈ കുട്ടീനെ അങ്ങനെ തന്നെ പഠിപ്പിച്ചല്ലോ എന്ന് കല്യാണി അമ്മമ്മ പറഞ്ഞു. എന്നിട്ട് ദേവയാനി ചേച്ചി കുട്ടീനോട് ചോദിച്ചു, സെൽവി എന്താ ഇന്ന് മുടിയൊന്നും കെട്ടാത്തത്? എന്താ നിനക്ക് ദിവസം അമ്മയല്ലേ കെട്ടിയത്? ഇന്ന് അമ്മയ്ക്ക് വയ്യല്ലേ, നിനക്ക് കെട്ടിക്കൂടെ എന്ന് ചോദിച്ച്. മുടി കുറേ ഇല്ലേ, ഒരുപാട് മുടിയുണ്ട്, അപ്പോൾ ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ സഹായം ഇല്ലാണ്ട്. എന്നിട്ട് കല്യാണി അമ്മ പറഞ്ഞ്, എടി പോത്തേ, ഈ ചെറിയ കുട്ടീനോട് നീ പറയുന്നതായത് ഓൾക്ക് എത്ര മുടിയുണ്ട്? ദിവസം ഓളാണോ കെട്ടൽ? ഓളെ അമ്മയല്ലേ കെട്ടിക്കൊടുക്കൽ? ഓക്ക് സുഖമില്ലാണ്ടായപ്പോൾ കുട്ടീനെ നോക്കാൻ ആളില്ല, അത്രയും വലിയ മുടി എങ്ങനെ കുട്ടിക്ക് കെട്ടാൻ പറ്റും? ഇതെന്തൊരു പോത്തായത് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് എന്ന് ദേവയാനി ചേച്ചീനെ വഴക്ക് പറഞ്ഞ് കല്യാണി അമ്മമ്മ. അപ്പം കുട്ടി ദേവയാനിക്ക് സപ്പോർട്ട് ചെയ്ത്, വേണ്ട അമ്മമ്മേ, ചേച്ചീനെ ഒന്നും നിങ്ങൾ പറയണ്ട, ഞാൻ മുടി കെട്ടാത്ത കൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞത്, അത് സാരമില്ല അമ്മമ്മ, അത് ക്ഷമിച്ചു കള എന്ന് കുട്ടി അങ്ങോട്ട് പറഞ്ഞ്. അതിന് കല്യാണി അമ്മമ്മ എന്ത് പറഞ്ഞ്, എടീ ദേവയാനി, കണ്ടു പഠിക്കടി, 4 വയസ്സാവുന്നുള്ളൂ, 50 വയസ്സിൻ്റെ വർത്തമാനമായി പറയുന്നത് കേൾക്കുന്നുണ്ട്. എത്ര വലിയ ബുദ്ധിയായത് ഈ കുട്ടിക്ക് ദൈവം തന്നത്, എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് കല്യാണി അമ്മമ്മ. അതിന് ദേവയാനി ചേച്ചി മറുപടി പറഞ്ഞു, ഓ എന്നെ പോത്താ മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അമ്മയ്ക്ക് എന്തും പറയാമല്ലേ എന്ന് പറഞ്ഞ്. അതിന് കല്യാണി അമ്മമ്മ ഇങ്ങോട്ട് പറഞ്ഞു, അതിന് ഞാൻ എന്തെന്നാടി പറഞ്ഞത് കുറ്റം? ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ, ഓളെ പുകഴ്ത്തിയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നീ കേട്ടിട്ടില്ല ഈ പറയുന്നത് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു 8:45. അപ്പോഴത്തേക്ക് രണ്ടാളും ഹോട്ടലിൽ ഭക്ഷണവും കഴിച്ചിട്ട് സെൽവിക്കുള്ള പലഹാരങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലുണ്ടത്, രണ്ടാളും കൂടി വരുന്നു സുകാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ പാദസരത്തിൻ്റെ കിലുക്കം കേട്ടിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അന്നേരം കല്യാണി അമ്മമ്മ പറഞ്ഞു,
ഓ വന്ന് ചെകുത്താങ്കൾ എന്ന് പറഞ്ഞ്. എന്നിട്ട് വന്ന് രണ്ടാളും അകത്ത് കയറി, ഒന്നും മിണ്ടിയില്ല. സെൽവി ഇവരെ കൂട്ടത്തിലിരിക്കുകയല്ലേ. അന്നേരം സെൽവീൻ്റെ കയ്യിൽ ആ കൊണ്ടുവന്ന പൊതി അങ്ങ് തന്നിട്ട് അച്ഛനും മറ്റോളും കയറിപ്പോയി. അമ്മേനോട് ഇനി എന്തെന്നാ തലയിൽ തോർത്ത് കെട്ടിക്ക്, ഇതെന്തിനാ ഇവിടെ ഇരിക്കുന്നു, എന്താ കുട്ടീൻ്റെ മുടിയൊന്നും കെട്ടിക്കില്ല, അതൊന്നും ഒരു ചോദ്യമില്ല. വന്ന് ആരോ ഒരാൾ അറിയാത്ത ഇപ്പോൾ ഒരു അരണയോ വേറെ എന്തെങ്കിലും പാമ്പോ കയറി പോവില്ല. അപ്പോൾ നമ്മളോട് സമ്മതം ചോദിച്ചിട്ടാണോ പോവുക? അതുപോലെ രണ്ടാളും കയറിപ്പോയി. ഒന്നുമില്ല. പോയി ഓല് ഉറങ്ങുന്ന സ്ഥലത്ത് പോയി ഓല് ഉറങ്ങി. ഇവരമ്മയും മക്കളും ഒരു ഭാഗത്ത്, കാമുകിയും അച്ഛനും ഒരു ഭാഗത്ത്. അങ്ങനെ നേരം വെളുത്തപ്പോൾ അച്ഛൻ കുളിച്ച് പല്ല് തേച്ച് അച്ഛൻ്റെ ചെരുപ്പെല്ലാം നല്ലോണം തേച്ച് കഴുകി, അല്ല മുണ്ടുകൊടുത്ത് നല്ല സുന്ദരകുട്ടപ്പനായി അച്ഛൻ. ആ പെണ്ണുങ്ങളും നല്ല ചമഞ്ഞ്, ഓള് അല്ലെങ്കിൽ തന്നെ ഓള് സുന്ദരിയല്ലയോ, അല്ല വെളുത്തിട്ട്. അന്നേരം സുന്ദരനും സുന്ദരിയും കൂടിയിട്ട് പുറത്തേക്ക് പോയി. അമ്മേനോട് എന്താ ഒന്നും ഒരു അനക്കവും ഇല്ല, കുട്ടിയോടും ചോദിച്ചില്ല. അന്നേരം അമ്മയ്ക്ക് ഇങ്ങനെ, അന്നേരം പിന്നെ അമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ഈ കട്ടൻ ചായ ഈ കുട്ടി കൊണ്ട് കൊടുത്തില്ലേ പഞ്ചസാര, അത് കട്ടൻ ചായ വെച്ചിട്ട് ആ ബന്ന് മുക്കി രണ്ടാളും കഴിച്ച്. പിന്നെ കുട്ടിക്ക് അച്ഛൻ കൊണ്ടുത്തരുമല്ലോ അത് എപ്പോഴും കൊണ്ടുത്തരും. എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ ഒരിതില്ല, അത് കൊണ്ടുവരും, ഭക്ഷണം കൊണ്ടുത്തരും. കുട്ടീൻ്റെ കാര്യത്തിൽ അച്ഛൻ അങ്ങ് ഒരു ഇതാ. അങ്ങനെയാണ്. ഇപ്പോൾ 2 ദിവസം കൂടിയിട്ട് ഒരു ദിവസം ആ റവ ഉണ്ടാക്കി ഈ അമ്മയും മോളും. ഒരു ദിവസം ബെന്ന കൊണ്ട് ഒതുക്കി. 4 ബെന്നുണ്ടല്ലോ, 2 അമ്മയ്ക്കും 2 മോക്കും. അപ്പോൾ പിറ്റേത്തെ ദിവസം അതേപോലെ കുട്ടി ആ പാറയ്ക്ക് പോയിട്ട് അതേപോലെ ആ കല്ലൊക്കെ കൊണ്ടിട്ടിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. അവിടെ വെയിലല്ലേ. അന്നേരം ഈ രാജമ്മ ചേച്ചി ആദ്യത്തെ ദിവസം പൊട്ടിക്കുമ്പോൾ 3 മണിയായില്ല, അന്നേരത്ത് കുറച്ചാടെ 3 മണിക്ക് ആ പാറേൻ്റെ ചോല ഒന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. അത് ഉണ്ടേനു അന്ന് ഫസ്റ്റ് ദിവസം. അപ്പോൾ 2ാമത്തെ ദിവസം കുറച്ച് നേരത്തെ പോയതല്ലേ, അന്നേരം അവിടെ വെയിലാണ്. അപ്പോൾ ആ വെയിൽ കുത്തിരിഞ്ഞിട്ട് പൊട്ടിക്കണ്ടേ. അന്നേരം എന്ത് ചെയ്ത് ഈ രാജമ്മ ചേച്ചി 2 ഓല കൊണ്ടുവന്നിട്ട്, മടഞ്ഞ ഓലയാണത്, ഒരു വടിയെടുത്ത് ഈ വാഴയ്ക്കെല്ലാം കൊടുക്കുന്ന പോലെ കൊടുത്ത് ആടെ ഒരു ചോലയാക്കി തന്ന് ആ കുട്ടിക്ക്. ആ തണലിരുന്നിട്ട് പൊട്ടിച്ച മുളയെന്ന് പറഞ്ഞ്. അങ്ങനെ കുട്ടിക്ക് മുട്ടി പിടിക്കാൻ പറ്റുന്നില്ല, കാരണം കയ്യിലൊക്കെ പൊക്കളയാ. അന്നേരം കുട്ടി ആവുന്നില്ല, കൈ എരിയുന്നു. അന്നേരം കുട്ടി എന്ത് ചെയ്ത് ഈ കീറിയ പഴയ തുണി ഉണ്ടാവില്ലേ, കോട്ടൺ, ആ തുണി മുട്ടീൻ്റെ പിടീൻ്റെ മേൽ വെള്ളത്തിൽ മുക്കിയിട്ട് അതങ്ങ് കെട്ടിയിട്ട് അതിങ്ങനെ വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ആവുന്നില്ല, കുട്ടിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു ബൂട്ട് പൊട്ടിച്ചാലല്ലേ 3 റുപ്യ കിട്ടുള്ളൂ. അപ്പോൾ ഈ പൈസയും കൊണ്ടല്ലേ നാളെ ആസ്പത്രിയിൽ പോകാനുള്ള പ്ലാനിലല്ലേ കുട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് പൊട്ടിച്ചിട്ട് ആ പൊക്കളയൊക്കെ പൊട്ടി എല്ലാം തോലായിപ്പോയി. അന്നേരം എരിയുന്ന കൈ. ഇത് 5 മണിയായി. 5 മണിയാകുമ്പോഴത്തേക്ക് ഇന്ന് കുറച്ച് നേരത്തെ വന്നതല്ലേ, അതുകൊണ്ട് കുമ്മായ ചട്ടിയിൽ 4 ചട്ടി ജില്ലി കുട്ടി പൊട്ടിച്ചിട്ടുണ്ട്. അന്നേരം ഒരു കൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാ ആയിട്ട് ഒരു ചട്ടിയുണ്ട്. അപ്പോൾ അത് അരപ്പെട്ടിയായിട്ട് കൂട്ടാൻ പറ്റില്ല, ഒരു ചട്ടിയല്ലേ ഉള്ളൂ. എന്നിട്ട് അതേപോലെ രാജമ്മ ചേച്ചി പറഞ്ഞു, ഈ മേസ്ത്രീൻ്റെ അടുത്ത് വാങ്ങിക്കുമ്പോൾ ഈ ബൂട്ടിൻ്റെ കണക്ക് മേസ്ത്രിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കുട്ടി അവിടെ പോയി. അന്നേരം മേസ്ത്രി ചിരിച്ചുകൊണ്ട്, ആ വന്നേ അമ്മമ്മേ സെൽവി, പണിയെല്ലാം കഴിഞ്ഞോ
എന്ന് ചോദിച്ചു കുട്ടീനോട്. അപ്പം കുട്ടിക്ക് കൈ വേദനയല്ലേ? ആ കഴിഞ്ഞ ചേട്ടാ എന്ന് പറഞ്ഞ്. എന്താ മുത്താശ്ശിക്ക് സൗണ്ടൊന്നും ഇല്ലാത്തത് എന്ന് ചോദിച്ച്. കൈ വേദനയാവുന്നുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞ്. അതിന് മേസ്തിരി പറഞ്ഞ്, ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണോ മോളെ? ഞാൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞതല്ലേ, ഇതൊക്കെ മുതിർന്നവർ ചെയ്യുന്ന പണിയാണ്. നിനക്ക് പറ്റിയ പണി ഇതല്ല. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു തരാം, നീ അത് ചെയ് എന്ന് പറഞ്ഞ്. അത് എന്തെന്നാ ചേട്ടാ, ആ പണിയെടുത്താൽ പൈസ കിട്ടുമോ എന്ന് ചോദിച്ച്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.